അദ്ദേഹം ഇവിടെ മേളിൽ റൂം എടുത്തിട്ട് ഏതാണ്ട് 2 മാസമാകത്തേ ഉള്ളെന്നാണ് അറിഞ്ഞത്. ഈ 2 മാസത്തിനിടയ്ക്ക് അവരിവിടെ സ്ഥിരം താമസം ഇല്ല, വന്നു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് 2 ദിവസമായിട്ട് ഇവിടെ മേളിൽ റൂം എടുത്തിട്ട് പുള്ളി ഇവിടെ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഹൗസ് ഓണർ ചേച്ചി ചോദിച്ചപ്പോൾ ബുധനാഴ്ച മുതൽ എന്തോ കേസിൻ്റെ വാദം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെ 8 മണിക്കോ മറ്റോ ചേച്ചി ചായയും കൊടുത്തെന്ന് പറയുന്നു. ചേച്ചി ചായ മേടിച്ച് പുള്ളി അങ്ങ് മേളിലോട്ട് പോയി. അതുമാത്രമല്ല, അമ്പലത്തിലെ ഉത്സവത്തിന് ആഹാരം ഇന്ന് അവിടെ സദ്യ ഉണ്ട്, കഴിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അതിനോട്ട് പുള്ളി ഒരു ഇൻട്രസ്റ്റ് കാണിച്ചില്ലെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം പുള്ളി കൂടെ അവർ 3 പേരെ അവിടെ റൂം എടുത്തിരിക്കുന്നത്. അതിനകത്ത് 2 പേര് 10 മണിയോടുകൂടി വന്ന് മേളിലോട്ട് പോയി തിരിച്ചു വന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഹൗസ് ഓണർ ചേച്ചിയോട് സംസാരിച്ചത്. ചായ താഴെ വന്ന് ചേച്ചിയുടെ നിന്ന് ചായ അവർ സ്ഥിരം ഇവിടെ ഉള്ള ഈ ഹൗസ് ഓണർ അവിടെ ചായ സ്ഥിരം ഇങ്ങനെ ഉള്ളപ്പോൾ എന്തോ താഴത്തെ നിലയിൽ ഹൗസ് ഓണറാണ്. അപ്പം താഴെ വന്ന് ചായ മേടിച്ച് രാവിലെ കൊണ്ടുപോകാം. രാവിലെ കുടിച്ചോന്നറിയത്തില്ല, പാത്രം തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അതിനുശേഷം പിന്നെ ഇവർ കൂടെയുള്ള 2 പേര് വന്ന് മേളിൽ പോയിട്ട് വന്നതിന് ശേഷം ഈ കാര്യം പറയുമ്പോഴാണ് ഹൗസ് ഓണർ അറിയുന്നതെന്നാണ്. പുറത്തുള്ള 2 പേര് വന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇവർ എടുത്തിരിക്കുന്ന 3 പേരാണ് റൂം എടുത്തിരിക്കുന്നത്, മേളത്തെ നില എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹം 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. സാധാരണഗതിയിൽ ഇവർ എല്ലാ ദിവസവും ഇവിടെ ഇല്ല, വന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്ന് ഇപ്പോൾ അടുപ്പിച്ച് 2 ദിവസമായിട്ടുള്ളത് കൊണ്ട് ചോദിക്കുകയും ചെയ്തു. ചോദിച്ചതിൻ്റെ ബേസിൽ ഇങ്ങനെ കേസ് ഉള്ളത് കൊണ്ട് പഠിക്കാനായിട്ട് നിൽക്കുകയെന്നാണ് പറഞ്ഞത്. അതെ, ആയിരിക്കും, കേസുണ്ടെന്നാണ് പറഞ്ഞത്.